നമുക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചന പഠന ചിന്തകളോടനുബന്ധിച്ച് അയൽപ്പാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് കർത്താവിന്റെ അവസാനപ്പെടുന്നു. മറ്റു കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഓൺലൈനിലൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തുടർമാനമായി ചിന്തിച്ചു വരുന്ന ഗിരിപ്രഭാഷണം എന്ന വിഷയത്തിന്റെ തുടർ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വചനത്തോട് ബന്ധത്തിനായിരിക്കുന്നത് ദൈവത്തിൽ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും കർത്താവിൽ ഒന്നും എടുക്കുന്നതിനായി തീരുവാൻ നാം ജീവിതത്തിൽ തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർപ്പിക്കുന്ന പോലെ നാം വെറും ഒരു കേൾവിക്കാർ മാത്രമായി തീരാതെ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം ചിന്തിച്ചു വരുന്നതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ചിന്തിപ്പാൻ ദൈവനാമത്തെ ശരണപ്പെടുക. 5-ാം അധ്യായം 17 മുതൽ 48 വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങാനായിട്ട് 17 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ശിഷ്യന്റെ ആന്തരിക നീതിയെ പറ്റിയാണ്. നമുക്ക് ആ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 21 മുതൽ ഉള്ള വാക്യങ്ങൾ 48 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 6 നിയമങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ വാക്യത്തെ പഠിപ്പിക്കുവാനായി, പ്രത്യേകിച്ച് 20-ാമത്തെ വാക്യത്തെ പഠിപ്പിക്കുവാനായി യേശു ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 2 തരംതിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. 17-ഉം 18-ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുവും ന്യായപ്രമാണവും തമ്മിലുള്ള ബന്ധത്തെ അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 19-ഉം 20-ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു ശിഷ്യനും ന്യായപ്രമാണവും തമ്മിലുള്ള ബന്ധത്തെ. 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു യഹൂദന്മാർക്കിടയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാൻ വേണ്ടി. അപ്പോൾ യേശു അവരോട് പറയുക, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, മറിച്ച് ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ വേണ്ടിയാണ് എന്ന് കർത്താവ്. എങ്ങനെയാണ് നിവർത്തിച്ചത് എന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനിടയായിത്തീർന്നു. 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ നിയമത്തിന്റെ സ്ഥിരതയെ പറ്റി കർത്താവ് എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 19-ാം വാക്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരുന്നത് ദൈവത്തിന്റെ ആ ന്യായപ്രമാണത്തിന്റെ ആ നീതിയിലേക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ എത്തിച്ചേരാൻ കഴിയാതിരിക്കുമ്പോൾ സകല മനുഷ്യരും യഹൂദന്മാർ ആരിലേക്ക് നോക്കണം? യേശുവിലേക്ക് എന്ത് ചെയ്യണം? നോക്കണം. അതാണ് ആ വാക്യത്തിന്റെ ഒരു പശ്ചാത്തലമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മൾ 20-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തകൾ നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. 20-ാം വാക്യത്തിൽ ഇന്ന് രാത്രിയിൽ നിന്നുകൊണ്ട് ചില ചിന്തകളെ ഓർപ്പിച്ച് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് കടക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഗിരിപ്രഭാഷണം എന്ന വിഷയം തുടങ്ങിയ ആ ക്ലാസ്സിൽ തന്നെ ഞാൻ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യമാണ് 5-ാം അധ്യായം 20-ാം വാക്യം എന്ന് പറയുന്നത്. താക്കോൽ വാക്യം അല്ലെങ്കിൽ കീ വേഴ്സ് ആണ് 5-ാം അധ്യായം 20-ാം വാക്യം എന്ന് പറയുന്നത്. ഈ ഒരു വാക്യം, ഈ ഒരു പദം കർത്താവായ യേശുക്രിസ്തു അന്ന് പറഞ്ഞപ്പോൾ ഇതൊരു വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു റവല്യൂഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അന്ന് കർത്താവായ യേശുക്രിസ്തു ഈ വാക്യം പറഞ്ഞപ്പോൾ നമുക്ക് കാണാം. ഇത് വളരെ വിപ്ലവകരം ആ ജനത്തിന്റെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. എന്തുകൊണ്ടാണ് അതൊരു വിപ്ലവകരമായ വാക്യമാണ് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം നമ്മുടെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം കാണും. നിങ്ങൾ ആ വാക്യത്തിൽ നോക്കിയാൽ 2
കൂട്ടരെ പറ്റി കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ശാസ്ത്രികളും, രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് പരീക്ഷന്മാരുമാണ്. ഈ രണ്ട് കൂട്ടരെ വെച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. അപ്പോൾ ആ രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പദം എന്തുമാത്രം, അല്ലെങ്കിൽ ഈ വാക്യം, ഈ സ്റ്റേറ്റ്മെന്റ് എന്തുമാത്രം വിപ്ലവകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പരീക്ഷന്മാര് എന്ന് പറയുന്നത്, ശാസ്ത്രിമാർ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൂട്ടങ്ങളാണ്. ഇതുപോലെ നമുക്ക് കാണാൻ സദൂക്യര് എന്ന് പറയുന്ന, എരിവുകാർ എന്നൊക്കെ പറയുന്ന പല കൂട്ടരെ നമുക്ക് യഹൂദന്മാരുടെ ഇടയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടരാണ്, ഒന്ന് പരീക്ഷന്മാര്, രണ്ടാമത്തവരാണ് ശാസ്ത്രന്മാര്. ഇനി നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരീക്ഷന്മാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, പരീഷൻ, പാരിസി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർതിരിക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ പാരിസി അല്ലെങ്കിൽ പരീഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്ത് ചെയ്യും, വേർതിരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ് ആരെന്ന് പറയുന്നത്, പരീക്ഷന്മാർ എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് ചരിത്രം നോക്കിയാൽ ഏകദേശം 6000-ഓളം പരീക്ഷന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാനായിട്ട് കഴിയുകയുള്ളൂ. ആ ചരിത്രം നമ്മൾ വായിച്ചു നോക്കി, യേശുവിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 6000-ഓളം പരീക്ഷന്മാരെ മാത്രം നമുക്ക് കാണാം. എന്നാൽ ഈ 6000 പരീക്ഷന്മാർ ഉള്ളെങ്കിൽ പോലും ആ സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ളവരായിരുന്നു ആരെന്ന് പറയുന്നത്, പരീക്ഷന്മാരെന്ന് പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യഹൂദ മതസാരികളുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു കൂട്ടരായിരുന്നു ഈ പരീക്ഷന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, അവരുടെ വാക്കിന്റെ അർത്ഥം പോലും എന്താണ്, വേർതിരിക്കപ്പെട്ടവർ എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തെ നന്നായി അറിയാവുന്നവരാണ് ആരെന്ന് പറയുന്നത്, പരീക്ഷന്മാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തോറ എന്ന് പറയുന്നത് നന്നായി, വളരെ വ്യക്തമായി അറിയാവുന്ന കൂട്ടരാണ് ആര്, പരീക്ഷന്മാർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അറിയാവുന്നവർ മാത്രമല്ല, ആ പ്രമാണത്തെ അനുസരിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്തവരാണ് ആരെന്ന് പറയുന്നത്, പരീക്ഷന്മാർ. അറിയുക മാത്രമല്ല, അതിനനുസരിച്ച് ജീവിക്കാൻ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് കഴിയുന്നത്ര എന്ത് ചെയ്യും, ചെയ്യുക. അതുകൊണ്ടാണ് ചരിത്ര പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചരിത്രകാരന്മാർ എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ കാലത്തെ ഈ പരീക്ഷന്മാരെ ബ്ലഡി ഫാരിസീസ് എന്നാണ് വിളിച്ചതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ അവരുടെ മുൻപിലൂടെ കടന്നു വരുമ്പോൾ അവർ തല നേരെ മൂടിയിട്ട് സംഭവിക്കുന്നത്, എവിടെയെങ്കിലും ചെന്ന് ഹോസ്പിറ്റലിൽ എവിടെ ചെന്ന് ഹീറ്റ് ചെയ്തിട്ട് ബ്ലഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, ബ്ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കാരണം എത്രയേ ഉള്ളൂ, അവരെ നോക്കി പോലും ആരുടെ പാപം ചെയ്യരുത്, ദൈവത്തോട് എന്ത് ചെയ്യരുത്. അത്രയ്ക്കും പ്രമാണം എത്രയും അവർക്ക് അനുസരിക്കാമോ അത്രയ്ക്കും അനുസരിക്കാൻ പ്രയാസപ്പെട്ട ഒരു കൂട്ടരാണ് ആരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ന്യായപ്രമാണം അറിയുന്നവർ മാത്രമല്ല, മറിച്ച് അതനുസരിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടവരും അതിനുവേണ്ടി ജീവിച്ചവരുമാണ് ആരെന്ന് പറയുന്നത്, പരീക്ഷന്മാരെന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, വേർതിരിക്കപ്പെട്ടവരാണ്. രണ്ട്, ന്യായപ്രമാണം നന്നായി അറിയാവുന്നവരാണ്. മൂന്നാമത്തെ കാര്യം, ന്യായപ്രമാണത്തെ അതേപടി എന്ത് ചെയ്യാൻ കഴിയും, അനുസരിക്കാൻ വേണ്ടി നിന്നാലാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, കൃത്യമായ പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ് ആരെന്ന് പറയുന്നത്, കൃത്യമായ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ, ആ ഒരു ദിവസം ഇത്ര സമയങ്ങൾ, ഇന്ന സമയങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത ഒരു കൂട്ടരാണ് ആരെന്ന് പറയുന്നത്, പരീക്ഷന്മാരെന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ ഭാഷയിൽ പറഞ്ഞ ചന്തസ്ഥലത്താണെങ്കിൽ പോലും കൈവെത്തി ദിവസം പ്രാർത്ഥിക്കും. കാരണം അത് പ്രാർത്ഥനയുടെ സമയമാണ്, കൃത്യമായി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, അവർ തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ തെരുക്കോണുകളാണെങ്കിലും ശരി, ചന്തസ്ഥലമാണെങ്കിലും ശരി, എവിടാണെങ്കിലും ശരി, ആ പ്രാർത്ഥനയുടെ സമയത്ത് കൃത്യമായി എന്ത് ചെയ്യും,
അപ്പൊ പ്രാർത്ഥനാ ജീവിതം നന്നായി. അപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നന്നായി വചനം അറിയുന്നവർ, നന്നായി വചനം പാലിക്കുന്നവർ, നന്നായി എന്ത് ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. തീർന്നില്ല അവരുടെ ഗുണവിശേഷങ്ങൾ. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഉപവാസം എടുക്കുന്നവരാണ്. കൃത്യമായി എന്ത് ചെയ്യും? ഉപവാസം എടുക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ആഴ്ചയിൽ 2 ദിവസം എന്ത് ചെയ്തിരിക്കും? അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കും? ഉപവസിക്കും. പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും ഞാൻ പറയുമ്പോൾ വാചകം പറയാം, ചരിത്രം പഠിക്കുമ്പോൾ ഇവർ പ്രധാനമായി ഉപവസിച്ചിരുന്ന 2 ദിവസം എന്ന് പറയുന്നത്, ഒന്ന് തിങ്കളാഴ്ചയും മറ്റൊരു ദിവസം വ്യാഴാഴ്ചയുമാണ്. ഈ 2 ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഉപവാസ ദിവസം. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ ചന്ത ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ്. ആ ദിവസങ്ങളൊക്കെ വളരെ ഉപവാസത്തോടും ഒക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വാടിയ മുഖത്തോട് എന്ത് ചെയ്യുക? രോഗിയ മുഖത്തൊക്കെ എന്താ ഭയങ്കര മ്ലാനതയൊക്കെയാണ്. അപ്പം അങ്ങനെ ഒക്കെ പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിക്കുക, എന്നാ ചായ ഇന്ന് മുഖമൊക്കെ വാടിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ എന്താ, ഞങ്ങൾ ഉപവാസമാണ്, ഞങ്ങൾ ഉപവാസമാണ്. നമ്മൾ അതിന്റെ പിന്നീട് ഭാഗത്തേക്ക് കടന്നുവരാം. ഞങ്ങൾ ഉപവാസം എന്ന് പറഞ്ഞാൽ ആ സമയം വരുമ്പോൾ വ്യാഴമായിട്ട് തിങ്കളാഴ്ചയാകട്ടെ ഉപവസിക്കേണ്ട സമയത്ത് കൃത്യമായി എന്ത് ചെയ്യും? അപ്പൊ നോക്കി, ഒരു ആത്മീയന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ ഗുണവിശേഷം ആരുടെ ജീവിതത്തിലുണ്ട്? പ്രമാണം അറിയാം, നമ്മുടെ ഭാഷ പറഞ്ഞ വചനം അറിയാം, വചനം അനുസരിക്കുന്നവരാണ്, കൃത്യമായി എന്ത് ചെയ്യുന്നതാണ്? കൃത്യമായി എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നവരാണ്. ലോകത്തിന്റെ യാതൊരു മാലിന്യത ഉണ്ടാകാതെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തില്ല? ഓർത്തിരിക്കപ്പെട്ട ഒരു കൂട്ടം. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, കിട്ടുന്നതിനെല്ലാം പതാരം എന്ത് ചെയ്തത്? കൃത്യമായി എന്ത് ചെയ്യും? പതാരം എന്ത് ചെയ്യും? അപ്പം ഈ 5-6 ഗുണവിശേഷങ്ങൾ വളരെ വ്യക്തമായ ഒരു കൂട്ടരാണ് എന്ന് പറയുന്നത്. ഇത്രയും നല്ല ആത്മീയത വേറെയുള്ള കാണുന്നത്. കഥ പറയുക, നിങ്ങളുടെ നീതി കവിയുന്നില്ല എങ്കിൽ നമ്മളെവിടെ കിടക്കില്ല? സ്വർഗരാജ്യത്തിൽ. അപ്പൊ ഒരു കൂട്ടരെ പറ്റി നന്നായി ബോധമുണ്ടെന്ന് തോന്നുന്നു, മനസ്സിലാക്കി വിശ്വസിക്കുക. എന്തുമാത്രം കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാ. പ്രാർത്ഥന, ഉപവാസ ജീവിതം, കിട്ടുന്നതിൽ കൊടുക്കുന്ന പതാരം, എല്ലാം വളരെ കൃത്യമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടരാണ് ആരെന്ന് പറയുന്നത്? പരീക്ഷന്മാർ. അപ്പൊ ഒന്ന് പരീക്ഷന്മാരെ നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ കൂട്ടരാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത്. ഈ ശാസ്ത്രി അറിയാമോ? ശാസ്ത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തെ ഒരു തുകിലിൽ നിന്ന് മറ്റൊരു തുകിലിലേക്ക് പകർത്തി എഴുതുന്ന ജോലിയാണ്. ആരുടെ ജോലി? ശാസ്ത്രിയുടെ ജോലി. നമുക്കറിയാം, ഇന്നാണ് നമുക്ക് ഇതിന് ബുക്ക് ഫോമിലൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനല്ലായിരുന്നു, തുകിലായിരുന്നു എന്ത് ചെയ്തിട്ട് എഴുതിക്കൊണ്ട്, പാർച്ച്മെന്റിലൊക്കെ എഴുതിക്കൊണ്ട്. അപ്പം ഒരു തുകിലിൽ നിന്ന് എന്ത് ചെയ്യാം? മറ്റൊരു തുകിലിലേക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനെ എഴുതി 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 ന്യായപ്രമാണം മൊത്തം എന്താ? കൃത്യമായി വളരെ വ്യക്തമായി ആർക്കറിയാം? പ്രത്യേകിച്ച് യേശുവിന്റെ കാലത്തെ ഈ ശാസ്ത്രജ്ഞരെയൊക്കെ വിളിച്ചിരുന്ന ഒരു പേരെന്ന് ലോയേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിയമം, പ്രമാണത്തിന്റെ ഓരോ നിയമങ്ങളും വളരെ കൃത്യമായി എന്ത് ചെയ്യാം. ഞാൻ അവിടെ ഒന്ന് കൂട്ടി പറയാറുണ്ട്, നിയമം അറിയാവുന്നവരാണ് നിയമം എങ്ങനെ ലംഘിക്കണമെന്നും. അപ്പോൾ വളരെ വ്യക്തമായി നിയമങ്ങൾ എന്ത് ചെയ്യാം. കാരണം അവരുടെ ജോലി തന്നെ എന്താ? ഇതെന്ത് ചെയ്യുക. നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമത് ഒരു ബിബ്ലിക്കൽ സ്കോളറാണ് ആരെന്ന് പറയുന്നത്. ഏത് ഡൗട്ട് ഉണ്ടോ ആ ഡൗട്ടിനെല്ലാം ഉത്തരം ആളുകളുണ്ട്, ശാസ്ത്രന്മാരുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ അത്രയ്ക്കും ദൈവത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരാണ് യഹൂദന്മാരുടെ ഈ 2 കൂട്ടരെന്ന് പറയുന്നത്. ഇത്രയൊക്കെ ആത്മീയം നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടത്? ശോധന. ഞാൻ അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ നമ്മുടേതായ സ്വയസിദ്ധമായ ഭാഷയിൽ പറയാം.
ഇത്രയും ആത്മീയൊരു മനുഷ്യനെ നിങ്ങൾ കണ്ട നമ്മുടെ ആദ്യത്തെ കമന്റ് എന്താണ്? നമ്മുടെ ആദ്യത്തെ കമന്റ് അമ്മ പറഞ്ഞ പോലെ ഒരാത്മീയനാണ്. ഞാനാണ് ഒന്നും കൂടെ ചേർത്ത് പറയുന്നത്. പ്രിയ അച്ഛൻ അല്ലെ അമ്മമ്മ സ്വർഗത്തിൽ പോയില്ല, വേറെ ആരും എന്ത് ചെയ്യത്തില്ല. അപ്പൊ സ്വർഗത്തിൽ പോകാൻ ആർക്കെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ആകെയുള്ളൂ ഈ ഇത്രയും നല്ല ആത്മീയനായ അച്ഛനും. ഇവര് പോയില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വേറെ ആരും എന്ത് ചെയ്യത്തില്ല. സത്യം നോക്കിക്കേ, യഹൂദന്മാരുടെ ഇതേ ചിന്തയെ സ്വർഗത്തിൽ പോകാൻ ആരെങ്കിലും യോഗ്യരാണെങ്കിൽ അതാരാ? പരീക്ഷന്മാര്. അപ്പൊ ഇവര് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ വേറെ ആരും ചെയ്തില്ല. ഇതേ ചിന്ത ആർക്കും ഉണ്ടായിരുന്നേ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ ഒന്നാമത് യോഗ്യത ഉള്ളവരാരാ? പരീക്ഷന്മാര്. കർത്താവ് പറയാ, നിങ്ങളെ വാക്യം നോക്കി, ഞാൻ എന്താ പറയാ? കർത്താവ് പറയാ, ഇവന്മാരെവിടെ പോകുന്നില്ല സ്വർഗത്തിൽ. ഞാൻ ഇവന്മാരെന്ന് പറയുന്നത് അതിനെ ഒരിക്കലും റെസ്പെക്ട് ഇല്ലാതെ കാണുകയല്ല. ഇവരോടെ പോകുന്നില്ല. എന്നിട്ട് നമ്മളോട് പറയുക, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ പോകുന്നില്ല. നിങ്ങൾ ആ വാക്യം നന്നായി വായിച്ചു നോക്കുന്നു. ഞാൻ വ്യാഖ്യാനിക്കുന്ന കറക്റ്റാണെന്ന് അറിയാം. വാക്യം ഒന്ന് നന്നായി വായിച്ചു വെക്കും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ കണക്കില്ല. അപ്പൊ പരീക്ഷ ആരാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇതുകൊണ്ട് ആദ്യം പറഞ്ഞത്, യേശു ക്രിസ്തു ആ സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞപ്പോൾ ഒരു വിപ്ലവകരമായ, കാരണം യഹൂദന്മാരുടെ ചിന്തയിൽ ഇവര് പോയില്ലെങ്കിൽ വേറെ ആരും ചെയ്തില്ല. എന്റെ ബൈബിളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ന് അമ്മമാർ യേശുവിനെ തല്ലിക്കൊല്ലായിരുന്നത് സമയമായില്ല. കാരണം യഹൂദന്മാരുടെ ചിന്തയിൽ ആരാ പോകാൻ സാധ്യത ഉള്ളത്? ഇവര് പോയില്ലെങ്കിൽ കർത്താവ് നേരെ എന്ന് പറയാ, ഇവന്മാരോടെ പോകുന്നില്ല. എന്നിട്ട് നമ്മോട് പറയാ, നമ്മൾ അവരുടെ നീതി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. നമ്മൾ ഏറ്റവും നല്ല ആത്മീയനാണെന്ന് കാണുന്ന ഒരാൾ ആരെ നോക്കിയോടെ ഞാൻ പറയുക, പുള്ളി ബോധത്തിലെന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ നോട്ടത്തിൽ പുള്ളി എന്താ? പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, സഭ വന്ന എന്തൊരു ആരാധന, എല്ലാറ്റും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്. സകല കാര്യം നമ്മൾ ആത്മീയരാണെന്ന് ചിന്തിക്കേണ്ട സകല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുക, പുള്ളി ഒരിക്കലും സുഗതി ബോധത്തിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങളാണ് തല്ലത്തൊന്നുമില്ലായിരിക്കും പറയും. ഇദ്ദേഹം ദുരുപദേശം മാത്രം പറയാൻ. ഇതേ ഒരു സ്റ്റേറ്റ്, ഇതേ ഒരു അവസ്ഥയാണ് ആർക്കും ഉണ്ടായിരുന്നു. കർത്താവായ നോക്കട്ടെ, അവർ രണ്ടു കൂട്ടർ ആരാ നമുക്ക് മനസ്സിലായി. ഇവരുടെ ആത്മീയം എന്താണെന്നും എന്നിട്ട് നമ്മളോട് പറയാം ഇവരുടെ നീതി എന്ത് ചെയ്യണം. അപ്പൊ ഇവർക്കുണ്ട് ഒരു നീതി ഉണ്ട്. അത് ഏത് നീതിയാണ്? ന്യായപ്രമാണത്തിന്റെ, ആ ന്യായപ്രമാണത്തിന്റെ നീതി എന്ത് ചെയ്യണം. എന്നിട്ട് നമ്മളോട് പറയാ ഈ അവരുടെ നീതി നമ്മൾ എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഗിരിപ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പദമാണ് എന്ന് പറയുന്നത് നീതി എന്ന പദം. എന്താ ഈ നീതി എന്ന വാക്കിന്റെ അർത്ഥം? നീതി എന്ന വാക്കിന്റെ അർത്ഥം വോക്ക് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നടക്കുക, അതാണ് എന്ന് പറയുന്നത് നീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മോട് പറയുകയാണ്, നാം ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം. ആറ് സ്റ്റാൻഡേർഡ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം. നമ്മൾ അങ്ങനെ നടന്നില്ല എങ്കിൽ നമ്മളവിടെ പോകില്ല. എന്ത് കഥ ഈ പറഞ്ഞു. നമുക്കും അറിയാവുന്നൊരു കാര്യം, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വചനം അനുസരിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെയല്ലേ നമ്മൾ എന്ത് ചെയ്യട്ടെ അല്ലേ? ഇതൊക്കെ എന്താണ് ചെയ്യട്ടെ? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവം തരുന്ന നന്മയുടെ ഒരു വിഹിതമൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം.
അല്ല, ഇതൊക്കെയല്ലേ നമുക്കും അറിയാവുന്നൊരു കാര്യം. അപ്പൊ കർത്താവ് എന്ത് ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നാണോ? ഇതെന്ത് ഈ കർത്താവ് പറഞ്ഞു വരുന്നത്? ആ വാക്ക് അറിയണമെങ്കിൽ, അതെന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത് അറിയണമെങ്കിൽ, നിങ്ങൾ ആ 20-ാം വാക്യത്തിൽ 2-ാമത്തെ ഭാഗത്തിലേക്ക് അവിടെ പറയാം, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ നീതിയെ എന്ത് ചെയ്യണം? ആ പദം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എന്ത് ചെയ്യണം? കവിയണം. കവിയണം. ന്യായപ്രമാണം നിങ്ങൾ എടുത്ത് വായിക്കും. പഴയ നിയമം ന്യായപ്രമാണം എടുത്ത് വായിക്കുമ്പോൾ എത്ര നിയമങ്ങളുണ്ടെന്ന് അറിയാമോ? ഏകദേശം 613 നിയമങ്ങൾ ഇവിടെ കാണാം. പഴയ നിയമത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് 10 കൽപ്പന മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നിയമങ്ങളെല്ലാം എടുത്ത് പഠിച്ചാൽ 600. അപ്പൊ പരീക്ഷന്മാർ ശാസ്ത്രിമാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 613 നിയമങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? 614 കവിയണമെന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? 614 ചെയ്യണമെന്നാണോ? അതോ 615 ചെയ്യണമെന്നാണോ? അവർ 613 വരെ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം 613 നിയമങ്ങളാണ്. അത് മൊത്തം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? അവരുടെ നീതിയെ എന്ത് കർത്താവ് ഉദ്ദേശിക്കുന്നത്? ഈ കവിയ എന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളൊരു മെറ്റഫറിക്കൽ ലാംഗ്വേജ് നമ്മളിത് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കാം. നമുക്കറിയാം, ഒരു നദിയിൽ ആ നദിക്കകത്ത് എപ്പോഴും വെള്ളത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളാൻ. ഒരു നദിക്കകത്ത് ഒഴുകുന്ന വെള്ളത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളാൻ കഴിയും. സാധാരണ സമയങ്ങളിൽ ആ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ മഴ വരുമ്പോൾ, അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ, വെള്ളപ്പൊക്കത്തിന്റെ സമയം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ നദിക്ക് അകത്തൂടെ ഒഴുകുന്ന വെള്ളത്തെ എന്തിനു ഉൾക്കൊള്ളാൻ കഴിയത്തില്ല? നദിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സംഭവിക്കുന്നത്, ഈ നദിക്കകത്ത് നിന്ന് വെള്ളം എന്ത് ചെയ്യും? പുറത്തോട്ട് കവിയുക. പുറത്തോട്ട് എന്ത് ചെയ്യുക? കവിയുക. ഇതേ ഒരു അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നീതി അവരുടെ നീതി എന്ത് ചെയ്യണം? നിങ്ങൾ ആ മെറ്റഫറിലെ രൂപാലകരെ പറഞ്ഞ് മനസ്സിലായോ? നദിക്കകത്ത് നിന്ന് വെള്ളം എന്ത് ചെയ്യുക? പുറത്തോട്ട് എന്ത് ചെയ്യുക? കാരണം ആ വെള്ളത്തെ, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ആ വെള്ളത്തെ എന്തിനു താങ്ങാൻ കഴിയുന്നില്ല? ഇതുപോലെ എന്ത് ചെയ്യണം? എന്നിട്ട് മനസ്സിലായില്ല. ഒന്നും കൂടെ ചേർത്ത് പറയാം. കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്, പരീക്ഷന്മാര് ശാസ്ത്രിമാർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സത്യമാണ്, ന്യായപ്രമാണം അനുസരിച്ച് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇവരിതെല്ലാം ചെയ്യുമ്പോൾ ഇതൊന്നും വരുന്ന ഹൃദയത്തിന്റെ അകത്തുനിന്നല്ല. ഇവരിതെല്ലാം ചെയ്യുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് ചെയ്യണം? വിളങ്ങണം. മറ്റുള്ളവർ പറയണം, ഞാൻ വസിക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ആരാധനയ്ക്ക് വന്നാൽ നന്നായി കൈയടിച്ച് പാടുന്നവനാണ്, കിട്ടുന്നതിനെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കേ, ആ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. എന്നിട്ട് പറയാം, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇവരെന്താ ഇഷ്ടപ്പെടുന്നത്? മറ്റുള്ളവർ പറയണം എന്നതാണ്. പോലെ ഇത്ര വിമർശിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ നോക്കിക്കേ, തെരുക്കോടി നിന്നാൽ പോലും പ്രാർത്ഥന സമയത്ത് എന്ത് ചെയ്യാം? ആർക്കത്ര കഴിയുന്നേ? ദൈവത്തോട് അടുത്ത ബന്ധമില്ലാത്ത ഒരാൾക്കല്ലാതെ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ? റോഡാണെന്നോ പരിസരമാണെന്നോ ചന്തസ്ഥലമാണെന്നോ നോക്കാതെ പോലും പ്രാർത്ഥന സമയത്ത് എന്ത് ചെയ്യാം? എന്തൊരു തീഷ്ണതയാണ്! നമ്മൾ തന്നെ പറയും, എന്തൊരു കഥ പറയുക. ഇവരെ വിളിക്കുന്ന പേരാ, നിങ്ങൾ ആരാ? നിങ്ങൾ കപടഭക്തിക്കാരാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊന്നും വരുന്ന അകത്തുനിന്നല്ല, ഹൃദയത്തിന്റെ അകത്തുനിന്നല്ല. ഇതെല്ലാം വരുന്നത് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് കർത്താവ് നമ്മളോട് പറയുക, അവരുടെ നീതി ഇതാ. ഏത്? മനുഷ്യരുടെ മുൻപിൽ വിളങ്ങേണ്ടത്.
മറ്റുള്ളവർ ഇവരാത്മീയരെന്ന് പറയേണ്ടത്. മറ്റാര് സ്വർഗത്തിൽ പോയില്ലേലും ഇവര് പോകുമെന്ന് പറയേണ്ടത്. പക്ഷെ കഥാവ് നമ്മോട് പറയാം, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഈ നീതിയെ കമ്മിയാണ്. ഈ നീതി എന്ത് ചെയ്യണം? എന്നിട്ട് ഏത് നീതിയാണ് വരേണ്ടത്? എന്ത് ചെയ്താലും ഹൃദയത്തിന്റെ അകത്തും എന്ത് ചെയ്യണം? മനസ്സിലാക്കി വിശ്വസിക്കുക. അല്ലാതെ പുറത്ത് കാണിക്കുന്നതും അകത്തില്ലാത്തതുമായത് കപടഭക്തിയാണ്. ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം പറയേണ്ടത് ആരുടെ അല്ല, ഹൃദയത്തിന് അകത്തുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അപ്പൊ ഒരു സ്തോത്രം പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ പുറമെ ആരെയും കാണിക്കാനല്ല, പുറമെ ആരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ പറയാൻ നമ്മുടെ മനോഭാവം അങ്ങനെ ആകരുത്. മറിച്ച് എന്നിൽ നിന്നാണ് അപ്പൊ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമാണ്, മനോഭാവം ശരിയായാൽ മാത്രം എവിടെ പോകുന്നു. നീതിയെ കവിയണം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. മനോഭാവം എന്ത് ചെയ്യണം? ഇത് മാറാത്തടത്തോളം കാലം എവിടെ പോകുന്നില്ല. അപ്പൊ സ്വരാജ്യം പോകുന്ന എളുപ്പമാണ്. ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, നമ്മളൊക്കെ പലരും ചിന്തിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ടിക്കറ്റും വിസ എടുത്തിട്ട് ഇരിക്കുകയാണ് എവിടെ പോകാൻ വേണ്ടി. പക്ഷെ നടപടിക്രമങ്ങൾ ഇഷ്ടം പോലെ വേറെ ഉണ്ട്. കഥ പറയുക, ഹൃദയത്തിൽ നിന്നല്ല എങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇതിങ്ങനെ പറയുമ്പോൾ ഈ പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും കർത്താവ് അങ്ങ് അടിച്ച് അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. റെസ്പെക്ട് ഇല്ലാന്നല്ല സംസാരിക്കുന്നത്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്നാ? ആകയാൽ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ. അപ്പൊ കർത്താവിനോട് മതിപ്പുണ്ടായിരുന്നു. കർത്താവിനോട് മതിപ്പുണ്ടായിരുന്നു. അയ്യോ, കർത്താവ് നല്ല മതിപ്പാണ്. കർത്താവ് പറയുന്നത് ഇവരുടെ ഉപദേശമൊക്കെ എന്താ? ആ ഉപദേശമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോണം? പക്ഷെ ഇവർ ചെയ്യുന്നവർ എന്ത് ചെയ്തു? ഉപദേശത്തിനൊന്നും ഒരു കുറവും. കൃത്യമായ ഉപദേശം പറയുന്നത്. ഉപസിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ എന്താ? കൃത്യമായ ഉപദേശം. പക്ഷേ ഇവർക്ക് എന്തില്ല? അപ്പൊ അവരുടെ പ്രവൃത്തി എന്ത് ചെയ്യരുത്? ചെയ്യരുത്. പക്ഷെ അവർക്ക് ഉപദേശം എന്ത് ചെയ്യണം? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചിരിക്കുക, ഇത്ര ആത്മീയനായി നിൽക്കുന്ന ഇവരെ കർത്താവ് വിളിക്കുന്ന പേരാ എന്താ? നിങ്ങൾ 23-ാം അധ്യായം നിങ്ങൾ നോക്കിക്കേ, എത്രയോ പ്രാവശ്യമാണ് കർത്താവ് പറയുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവര് നിങ്ങൾക്ക് ഹാ കഷ്ടം. 13-ാം വാക്യം നോക്കി, ഹാ കഷ്ടം. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വന്ന് നോക്കിയേ, അവിടെ ഓരോ വാക്യങ്ങൾ നമ്മൾ 14-ാം വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരും നിങ്ങൾക്ക് ഹാ കഷ്ടം. അടുത്ത് നോക്കിയേ, താഴോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ പലയിടത്ത് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു വാക്യം 23 വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ പരീക്ഷന്മാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. അടുത്ത് നോക്കി 25, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. 27 നോക്കി, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷമാർ നിങ്ങൾക്ക് ഹാ കഷ്ടം. 29 നോക്കി, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷമാരെ നിങ്ങൾക്ക് ഹാ. 25-ാം വാക്യം നോക്കി, നിങ്ങൾ കിണ്ടികണ്ഠങ്ങളുടെ കുറവ് നീക്കുക. ആ അകത്തോ അതും മനസ്സിലായി. കിണ്ടികണ്ഠങ്ങളുടെ പുറം നോക്കിയാൽ, പക്ഷെ ഹൃദയത്തിനകത്തോ അതിക്രമവും കവർച്ചയും. നിങ്ങൾ അടുത്ത വാക്യം അവിടെ നോക്കിയാൽ കാണുന്നത് തന്നെയാണ്. 20-ാം വാക്യം, പ്രവാചകന്മാരുടെ കല്ലുകൾ പണിതും നീതിമാന്മാരുടെ കല്ല് അലങ്കരിച്ചും ഒക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറയുക. മറ്റൊരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ 27-ാം വാക്യം, വെള്ള തേച്ച ശവക്കല്ലോട് എന്ത് ചെയ്തിരിക്കുക. ആരെക്കുറിച്ചാ പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ട
എങ്ങനെ? വേർതിരിക്കപ്പെട്ടവർ, ഉപവാസമുള്ളവർ, പ്രാർത്ഥനയുള്ളവർ, പ്രമാണം അറിയാവുന്നവർ, അനുസരിക്കുന്നവർ, കിട്ടുന്നതിനെല്ലാം അവരോട് പറയുക, നിങ്ങൾ ആരാ? അവരുടെ ഹൃദയമല്ല. പുറമെ നോക്കിയാൽ നല്ല മാർബിളാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷ അന്ന് നല്ല മാർബിളാണ്. ഇനി വേണേ നല്ലൊരു വാക്ക്, ഞാൻ നല്ല ഉരുതി ഓട്ടം തികച്ചു വിശ്വാസം കിട്ടുമില്ലെന്ന്, അടുത്ത കിരീടം കിട്ടുമില്ലെന്ന് ദൈവത്തിന് മാത്രമേ എങ്കിലും മണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ തുറക്കരുത്. ഇത് തുറന്നാൽ പിന്നെ അവിടെ ആരും ചെയ്തില്ല. മനുഷ്യന്മാരെ കുറിച്ച് പറയുക, നിങ്ങൾ ഇങ്ങനെ വലിയ ആജ്ഞരാണെന്നൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷേ പുറമെ ഇത്രയൊക്കെ ശരിയാ, അകത്തെന്താ? എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും ഓൺലൈനിലൂടെയൊക്കെ കേൾക്കുന്നവരോടൊക്കെ പറയാം, ആത്മീയ ഒരിക്കലും പുറത്ത് കാണിക്കാനുള്ളതല്ല, അത് ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരണം. അപ്പൊ ഇതിന്റെ ബാലൻസ് ചെയ്തൊരു കാര്യങ്ങളാ പറയാം. പുറത്ത് കാണിക്കുന്ന അല്ലെന്ന് പറയുമ്പോൾ നമ്മൾ വന്ന് ചുമ്മാ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കാൻ എന്ത് ചെയ്തിട്ടില്ല. എങ്ങനെ? അത് നമുക്കൊരിതാ ആത്മീയ ഞാൻ ദൈവത്തോടുള്ള ഇവിടെ വന്ന് ചുമ്മാതെ അകത്തുള്ളത് എന്ത് ചെയ്യും? ക്രിസ്തുവിനോട് സ്നേഹം അകത്തുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവസന്നിധിക്കും വായ്പ എന്ത് ചെയ്യും? നിശ്ചയമായി എന്ത് ചെയ്യും? ഇവിടെ എന്താ കർത്താവ് പറഞ്ഞു വരുന്നത്? കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, മനോഭാവം എന്ത് ചെയ്യണം? എല്ലാവരും നിന്നെ ആത്മീയ എന്ന് പറയാനാണ് സ്വതന്ത്രം എന്ത് ചെയ്യണ്ട? എല്ലാവരും നിന്നെ ആത്മീയ എന്ന് പറയാനാണ്ട് ആരാധന എന്ത് ചെയ്യണ്ട? ആരാധിക്കണ്ട, കാണിക്കണ്ട. ആ ആരാധന ദൈവം എന്ത് ചെയ്തില്ല. നമ്മൾ ചിന്തിക്കുന്നതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? പ്രതിഫലം ഉണ്ട്. അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് ഇവിടെ വല്ലതും നോക്കിക്കൊണ്ടാണോ? അല്ലല്ലോ. എന്താ? ദൈവനാമം മാറ്റപ്പെടണം, അതാണ് നമ്മുടെ ചിന്ത. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇതിനൊക്കെ എന്ത് ലഭിക്കണം? പ്രതിഫലം ലഭിക്കും. പക്ഷേ ഇവിടുത്തെ മനോഭാവം എന്നെ രണ്ടുപേർ ആത്മീയൻ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ, ചിന്തിച്ചാൽ കിട്ടേണ്ട പ്രതിഫലം ഇവിടെ ഓൾറെഡി. പിന്നെ അവിടെ ചെന്ന പ്രതിഫലം കാണും. നമ്മുടെ ആൾക്കാർ ഇവിടെയും കിട്ടണം. ചുമ്മാ ബൈബിൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ഇത്ര ഉള്ളാലും നിങ്ങളുടെ മനോഭാവം എല്ലാ 10 പേര് എന്ത് ചെയ്യണം? ഒയ്യോ നല്ല ആത്മീയനെന്ന് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തു, പിന്നെ അവിടെ എന്ത് ചെയ്തില്ല. എന്റെ ദൈവമക്കളെ, നമ്മൾ ഈ വചനം കേൾക്കുക മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവസഭയ്ക്ക് ദൈവം വചനങ്ങളെ കേൾക്കാൻ നല്ല അവസരങ്ങൾ നൽകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നാം സത്യം അറിഞ്ഞിട്ട് സത്യത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ അധികം ശിക്ഷ നമുക്കുണ്ടാവും. ആ കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ മനോഭാവം മാറിയെങ്കിൽ മാത്രമേ നമ്മളവിടെ കഴിയുള്ളൂ. നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ എവിടെ കഴിയില്ല. ഇത് വളരെ വാസ്തവമാണ്. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, അന്നത്തെ അവരുടെ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ സ്വർഗത്തിൽ കടക്കാൻ ആരെങ്കിലും യോഗ്യരാണെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ. ഇത്ര ആത്മീയരായി നിൽക്കുന്നവരെ യേശുവിന്റെ പേരെന്താ പഠിപ്പിക്കുന്ന? എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഒന്ന് ശോധന ചെയ്ത് നോക്കി, കർത്താവ് നമ്മെ വിളിക്കുന്ന പേരെന്തായിരിക്കും? നമ്മളെ കേൾക്കുന്നവരെ പ്രതികൂട്ടി നിർത്തിക്കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കും കൂടെ ഏറ്റവും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളോട് പറയുന്നേക്കാൾ കൂടുതൽ എന്നോട് പറയുന്നുള്ളത്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്രയും ആത്മീയരെ നിൽക്കുന്നവരെ കർത്താവ് കപടഭക്തിക്കാരെ എന്ന് വിളിച്ചപ്പോൾ, നമ്മുടെ ഭാഷയിൽ ആത്മീയർ എന്ന് പറയുന്നവരെ കപടഭക്തിക്കാരെ വിളിച്ചപ്പോൾ ദൈവം നമ്മെ എന്താ വിളിക്കുന്നത്? കർത്താവ് എല്ലാം ക്ഷമിക്കുന്നവനാണ്, അതൊക്കെ സത്യമാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓരോ പാപത്തിന് എന്തുണ്ട്? ശിക്ഷ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിന്റെ അവസാന അധ്യായങ്ങൾ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇത്
ഇടുക്ക്. ഇതെന്താ? ഇതിലെ പോകുന്നവര്. എന്നാൽ മറ്റൊരു വാതിലുണ്ട്. നമ്മുടെ ചോദ്യം ഇപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ സ്വർഗത്തിൽ? കർത്താവ് അതുകൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞത്, ഇതിനകത്ത് പോകുന്നവര് ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിലെത്തുമില്ലെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ആ അവസാന വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായി കാണാം. ഇടുക്കുവാതിൽ അകത്ത് കിടക്കി, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടെ കടക്കുന്നവർ അനേകരും, ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി. അടുത്ത പദം നിങ്ങൾ എല്ലാവരും ഹൃദയത്തിനകത്ത് കണ്ടല്ലോ, അത് കണ്ടെത്തുന്നവൻ. അപ്പൊ കർത്താവ് പോലും പറഞ്ഞു, ഇത് കണ്ടെത്തുന്നവരല്ല, കണ്ടെത്തുന്നവൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നല്ലൊരു അടക്കമൊക്കെ എന്ത് ചെയ്യും? ലോകത്തിൽ പോയാലും പോയില്ലേ നമ്മൾ പാടും, പേർ വിളിക്കും. നമ്മൾ നന്നായി പാടും, പേർ വിളിക്കും, നേരെ കാണും, ഞാൻ പേരും. ഒരുപക്ഷെ പാടുന്ന ഭാഷക്ക് അറിയാം, കേൾക്കുന്ന വിശ്വാസികൾക്ക് അറിയാം, ഒരിക്കലും എന്ത് ചെയ്തില്ല. പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഥ പറയുന്ന ഒരു കഥയ്ക്കകത്തെ ധനവാന്റെയും ദാസന്റെയും കഥയാണ്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദാസൻ ഒരുപക്ഷെ നല്ലൊരു അടക്കമൊന്നും കിട്ടിയില്ല. പക്ഷെ ഏറ്റവും വലുതവന് അവിടെ എന്താ അബ്രഹാമിന്റെ മടിയിലുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ ഹൃദയം പറഞ്ഞൊരു കാര്യം പറയാം. നമ്മൾ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ കർത്താവ് പറയുന്നത് പോലെ നമ്മുടെ മനോഭാവങ്ങൾക്ക് എന്തുണ്ടാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയത് എന്ത് ചെയ്തു? ഇതൊരിക്കലും കളർഡ്രസ് മാറി വെള്ളയോടപ്പെടുന്ന കാര്യം എനിക്ക് പറഞ്ഞില്ല. താടിയുള്ളവരൊക്കെ അത് സമയമുണ്ട്, താടി മാറ്റി ക്ലീൻ ഷേവ് ചെയ്യുന്ന കാര്യം അല്ല ഈ പറഞ്ഞത്. മറിച്ച് പറഞ്ഞതിന്റെ ഒറ്റ ഉദ്ദേശം നമ്മുടെ ഹൃദയത്തിനകത്ത് മുഴുവൻ എന്ത് ചെയ്യണം? രൂപാന്തരം. നമ്മുടെ മനോഭാവങ്ങൾക്ക് എന്ത് ചെയ്യണം? രൂപാന്തരം ഉണ്ടാകണം. അതാദ്യം സംഭവിക്കുന്ന ഹൃദയത്തിന്റെ പഴയ നിയമത്തിൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ സംഭവിക്കുന്ന ഹൃദയത്തിനകത്ത പരിച്ഛേദനയാണ്. ഹൃദയത്തിനകത്ത പരിച്ഛേദനയാണ്. ഹൃദയത്തിനകത്ത പരിച്ഛേദന ഉണ്ട് എങ്കിൽ അത് പുറത്തെന്ത് ചെയ്തിരിക്കും? റിഫ്ലക്ഷൻ നിശ്ചയമായിട്ട് എന്ത് ചെയ്തിരിക്കും? അതുകൊണ്ട് കർത്താവ് കഴിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ എന്താകുന്നു, ലോകത്തിന്റെ എന്താകുന്നു. നിങ്ങൾക്ക് ലോകത്തെ സ്വാധീനിക്കാൻ കഴിയും. നീതിയോടെ നടക്കുമ്പോൾ കഷ്ടതയുള്ളൂ, നീതിയോടെ നടക്കുമ്പോൾ പീഡനമുള്ളൂ, പ്രതിസന്ധിയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആരെ സ്വാധീനിക്കാൻ കഴിയും? ലോകത്തെ എന്ത് ചെയ്യാൻ കഴിയും? സ്വാധീനിക്കാൻ കഴിയുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കൃഷ്ണഭാഗത്ത് വരുന്നു. ഒരു ശിഷ്യൻ എന്നാണോ തന്റെ ഗുരുവിന്റെ കാൽപാദങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്, അന്ന് യഥാർത്ഥത്തിൽ എന്ത് തുടങ്ങും? രൂപാന്തരം ചെയ്യാൻ. അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങളുടെ നീതി എന്ത് ചെയ്യണം? പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല? പദം പറഞ്ഞത് കവിയുക എന്ന പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവിയുക എന്ന പദം. അതുകൊണ്ട് അന്ന് അവർ ചിന്തിച്ചവർ പോകത്തില്ലെന്ന് ആര് പറഞ്ഞു? കർത്താവ് എന്ത് ചെയ്തില്ല പറഞ്ഞു. നമ്മൾ ചിന്തിക്കുന്ന യഥാർത്ഥം നമ്മൾ സ്വർഗത്തിൽ കാണുന്നില്ല. നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം, ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ പരിച്ഛേദന ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ല എങ്കിൽ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് തീരുന്നതിന് മുൻപ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ഈ ക്ലാസ് തീരുന്ന ഈ സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ മനോഭാവം മാറിയിട്ടില്ലെങ്കിൽ എന്റെ മനോഭാവം എന്ത് ചെയ്യണം? കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം?
ഞാൻ ഈ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഒരിക്കലും ചിന്ത നിങ്ങൾ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകനായി മാറണം നല്ല. അതാണ് എന്റെ മനോഭാവമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതല്ല. മറിച്ച് ഈ ദൈവവചനത്തിലൂടെ മറ്റുള്ള ക്രിയ ചെയ്യണമെന്നാണെങ്കിൽ നാം എന്ത് ചെയ്താലും നമുക്ക് പുകഴ്ച ഉണ്ടാകാനല്ല, നാം എന്ത് ചെയ്താലും ദൈവനാമം അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയ ഉദ്ദേശം എന്ന് പറയുന്നത്. നാം പ്രാർത്ഥിച്ചാൽ, നാം ദൈവജനം വായിച്ചാൽ, നാം പ്രസംഗിച്ചാൽ, നാം ദൈവസന്നിധി കരഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നാം എന്ത് ചെയ്താലും അതിന്റെ അൾട്ടിമേറ്റ് ആയ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാമം മറിച്ച് കർത്താവിന്റെ നാമം. ആ മനോഭാവത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? അല്ല മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടി വേണ്ടിയല്ല, മറ്റുള്ളവർ പറയേണ്ടി വേണ്ടിയല്ല നാം എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. നോക്കി ആ ഒരൊറ്റ വാക്യത്തിന് എന്താ അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ നോക്കി. ആ വാക്യമാണ് ഇതിന്റെ താക്കോൽ വാക്യം. അപ്പൊ നമുക്കൊന്ന് ചേർന്ന് ആ വാക്യം പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല, നിങ്ങളുടെ നീതിയില്ല സ്വർഗരാജ്യത്തിന്റെ നീതിയില്ല. ഇനി നോക്കട്ടെ, ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി കർത്താവ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ വാക്യത്തെ 20ാമത്തെ വാക്യത്തെ യേശു എന്ത് ചെയ്യുക? അതിന്റെ എക്സ്പ്ലനേഷൻ വിവരണമാണ് 48 വരെയുള്ള വാക്യങ്ങൾ. 21ാമത്തെ വാക്യം മുതൽ 48 ഇവരുടെ നീതി എന്താണെന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ നീതി. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുക? ആ ന്യായപ്രമാണത്തെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? കർത്താവ് തെളിയിക്കുക. അതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ 21 മുതൽ 48 വരെയുള്ള 20ാം വാക്യത്തിന്റെ തന്നെ വിവരണമാണ് 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ 6 പ്രമാണങ്ങളെ കർത്താവ് എടുക്കുക, 6 കാര്യങ്ങളെ കർത്താവ് എടുത്തുകൊണ്ട്, 6 നിയമങ്ങളെ കർത്താവ് എടുത്തുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് പറയുന്നത് കുലപാതകത്തെ കുറിച്ചാണ്. കുലപാതകത്തെ കുറിച്ചാണ് 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ വ്യഭിചാരത്തെ പറ്റിയാണ്. കുലപാതകം ചെയ്യുന്നുള്ളത് 10 കൽപ്പനയ്ക്കകത്ത്, വ്യഭിചാരം ചെയ്യുന്നുള്ളത് 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉപേക്ഷണപത്രം പാടില്ല. ഉപേക്ഷണപത്രം മനസ്സിലായി വിശ്വസിക്കുന്നു. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ ഡിവോഴ്സ് ദൈവം അംഗീകരിക്കുന്നില്ല. നമുക്ക് ചില ആർഗ്യുമെന്റ്സ് ഒക്കെ വരാം, പക്ഷെ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് ഞാൻ പറയാം. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കള്ളസത്യം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്. 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് പ്രതികാരം ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്, റിവെഞ്ച് പാടില്ല എന്നുള്ളതാണ്. 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ ശത്രുക്കളെ സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം. അപ്പം ഇങ്ങനെ 6 കാര്യങ്ങൾ. 21 മുതൽ 26 വരെ വാക്യങ്ങൾ കൊലപാതകം, 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വ്യഭിചാരം, 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഉപേക്ഷണപത്രം പാടില്ല, 33 മുതൽ 37 വരെയുള്ള വാക്യം കള്ളസത്യം ചെയ്യരുത്, 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ പ്രതികാരം ചെയ്യരുത്, 43 മുതൽ 48 വരെ ശത്രുക്കളെ സ്നേഹിക്കണം. ഈ 6 കാര്യങ്ങളുടെ കർത്താവ് ഏത് വാക്യത്തെ തെളിയിക്കുന്നത്? 20ാം വാക്യം. അതെന്താ? നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെ പുരുഷന്മാരുടെ നീതി എന്ത് ചെയ്യണം? നമുക്ക് 1ാമത്തേക്ക് നമുക്ക് പയ്യെ നമുക്ക് പഠിക്കാം. 21ാമത്തെ വാക്യം മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാള് ശബ്ദമുയർത്തി എന്ന് വായിച്ചാൽ കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.
മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. അടുത്ത വാക്യം നന്നായി വായിക്കണം. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കൊലപാതകം എന്ത് ചെയ്ത് 10 കൽപ്പനയ്ക്കകത്ത് എത്രാമത്തെ കൽപ്പനയാണ് കൊല ചെയ്യുന്നത് അറിയാമോ? 6ാമത്തെ കൽപ്പന. 10 കൽപ്പനയ്ക്കകത്തെ 6ാമത്തെ കൽപ്പനയാണ് എന്ത് ചെയ്തത്? കുല ചെയ്യരുത്. ഇപ്പൊ കഥ അവരോട് പറയുക, കുല ചെയ്യരുതെന്ന് ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക്. അപ്പൊ പരീക്ഷന്മാരുടെ ശാസ്ത്രങ്ങളുടെ കഥ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെ, കുല ചെയ്യരുതെന്നുള്ള ന്യായപ്രമാണം നിങ്ങൾക്ക് അറിയാം. എന്നുള്ള ന്യായപ്രമാണം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. എപ്പോഴാ കൊല ചെയ്യുന്നത്? നിങ്ങൾ ആയുധമെടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾ ഒരു മനുഷ്യനെ കൊന്നാലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൊല ചെയ്യുന്നത്. ഇങ്ങനെ കൊല ചെയ്യുന്നവൻ എന്തിന് കാരണമായി തീരും? ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവന്മാരോട്. അപ്പൊ കർത്താവ് ഇത് മോശ മുഖാന്തരം നൽകിയ ആ ന്യായപ്രമാണത്തെ ഒന്നുങ്ങളെ ഓർപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനൊരു പ്രമാണമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാലോ അറിയാം. ആരോട് പറയുന്നേ? പരീക്ഷന്മാരോടും ശാസ്ത്രന്മാരോടും യഹൂദ മത അനുസാരികളോടൊക്കെ അവിടെ നിൽക്കുന്നവരോടൊക്കെ എന്ത് ചെയ്യുക? ശിഷ്യന്മാർക്കും അവർ ആ പശ്ചാത്തലത്തിൽ വന്നവരാണ്. അപ്പൊ അവരോട് പറയുകയാണ്, ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് അടുത്ത വാക്യം നോക്കി, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ഇച്ചിരി കണക്കണ്ടി കേൾക്കുന്നു. പഴയ നിയമത്തിൽ എന്താ പറയണേ? നിങ്ങൾ ആ ക്രിയ ചെയ്താൽ മാത്രമേ എന്തിന് യോഗ്യനാകുള്ളൂ? 20ാം വാക്യത്തിൽ എന്താ നമ്മൾ കണ്ടത്? എന്ത് ചെയ്താലും ഹൃദയത്തിനകത്തുനിന്ന് കവിയണം. നിങ്ങൾക്ക് ഈ വാക്യങ്ങളെ വെച്ചിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാകും. കർത്താവ് പറഞ്ഞു തരുന്നത്, കർത്താവ് പറഞ്ഞത്രേ ഉള്ളൂ, പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ നിങ്ങൾ ഒരു കത്തി എടുത്തോ മറ്റു ആയുധങ്ങൾ വെച്ചോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു മനുഷ്യനെ കൊന്നാൽ മാത്രമേ എന്താകുള്ളൂ. കൊല്ലാനുള്ള കാരണം എന്നാ? നിങ്ങളുടെ അകത്തുള്ള. അപ്പൊ യഥാർത്ഥത്തിൽ കാരണക്കാരൻ നിങ്ങളുടെ അകത്ത കോപമാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ആ ക്രിയ എന്ത് ചെയ്തത്? അപ്പൊ പഴയ നിയമത്തിൽ ഈ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ കഥ പറയുക, ആ കുലപാതകത്തിലേക്ക് നിങ്ങളെ നയിച്ച ക്രോധം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ പറയും പുതിയ നിയമം പഴയ നിയമം ഭയങ്കര കട്ടിയായിരുന്നു. പുതിയ നിയമം കൃപ എല്ലാം എന്താ? എല്ലാം കൃപയാണ്. നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് നിങ്ങൾ വായിക്കണം, ഇരുത്തി ഒന്ന് വായിക്കണം. അപ്പോൾ നിങ്ങളെ കുലയിലേക്ക് നയിക്കുന്നത് എന്താ? നിങ്ങളുടെ അകത്തെ. അവൻ നമുക്കൊരു ഡൗട്ട് സാധാരണ വരാറുണ്ട്, ആരോട് കോപിക്കുന്നത്? നമ്മൾ എത്രയോ കോപിക്കാറുണ്ട്. ആർക്കാ കോപം ഇല്ലാത്ത? ഇതിനകത്ത് ആരിലും ഉണ്ടോ കോപമില്ലാത്ത? അത്രയ്ക്ക് അങ്ങനെ ആരിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈക്ക് കത്തിയാൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് കോപിച്ചാൽ നമുക്ക് അതിന്റെ എന്താ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഈ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച ആംഗ്രി എന്ന പദമാണ്. അതിന്
മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഒറിഗസോമെനോസ് എന്ന പദമാണ്. ഒറിഗസോമെനോസ് എന്ന പദം അല്ലെങ്കിൽ ഒറിഗസോ എന്ന പദം. അതിന്റെ അർത്ഥം പല അർത്ഥങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ അർത്ഥം ദേഷ്യം, രണ്ടാമത്തെ അർത്ഥം രോഷം, മൂന്നാമത്തെ അർത്ഥം ശക്തമായ അനിഷ്ടവും ശത്രുതയും. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദേഷ്യം, രോഷം, ശക്തമായ അനിഷ്ടവും ശത്രുതയും. ഇതിന് ഈ പദത്തെ നമ്മുടെ നിസ്സാരമായ മനുഷ്യന്റെ കോപം മുതൽ പാപപൂർണമായ അനുസരണക്കേട് വരെ എന്ത് ചെയ്യാം? ഈ പദം നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ മനസ്സിലായോ? നിസ്സാരമായ മനുഷ്യ കോപം മുതൽ പാപപൂർണമായ അനുസരണക്കേടിനുള്ള ദൈവത്തിന്റെ നീതിയുള്ള കോപം വരെ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കഴിയാം. ഞാൻ അതിനെ ഒന്നും മനസ്സിലാക്കിയാൽ ഈ പദത്തിന്റെ യഥാർത്ഥ അർത്ഥം ഒരാളുടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യം, ഒരു ദോഷം അല്ലെങ്കിൽ ഒരു കോപം, ഈ കോപം നമ്മുടെ മനസ്സിനകത്ത് കൊണ്ട് നടന്ന് സെറ്റിലായി താലോലിച്ച് നമുക്ക് അവസരം വരുമ്പോൾ അവരുടെ ചെയ്യാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ സെറ്റിൽഡായ കോപത്തിനെ വിളിക്കുന്ന വേറെ എവിടെന്ന് പറയുന്നത്, നിങ്ങൾ സഹോദരനോട് കോപിക്കുക എന്ന വാക്കിനാണ് ഉപയോഗിക്കുന്നത്. സെറ്റിൽഡായ എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം എന്ത് ചെയ്തു? അകത്ത് കൊണ്ട് നടക്കുക. ഇതിങ്ങനെ കൊണ്ട് നടന്ന് എന്ത് ചെയ്യുക? നമ്മൾ അതിനെ എന്ത് ചെയ്യുക? താലോലിക്കുക. അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ എക്സാമ്പിൾ പറയാം. നിങ്ങളോട് ആരെങ്കിലും ഒരു മോശമായിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചു. അത് ഭയങ്കര ദേഷ്യമായിട്ട് അത് ചെയ്തു. പക്ഷെ എങ്ങനെയൊക്കെയോ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു? ക്ഷമ ചോദിച്ചു. നമ്മുടെ സഭയുടെ മുമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ ക്ഷമയൊക്കെ ചോദിച്ചു, കയ്യൊക്കെ കൊടുത്ത് നമ്മുടെ ഭാഷ പറഞ്ഞ ഒന്നുകളൊന്ന് ചുമ്മനൊക്കെ ചെയ്ത് കോപങ്ങളെല്ലാം ചെയ്തു. 2 വർഷം കഴിയുമ്പോൾ പിന്നെ ഇതുപോലൊരു പ്രശ്നം വന്നു. നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്നറിയോ? നീ പണ്ടും എന്റെ ജോലി അന്ന് നിങ്ങൾ ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ക്ഷമിച്ചതായിരുന്നോ? നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി തോന്നുമെങ്കിൽ പോലും നമ്മൾ ആഴമായി എന്ത് ചെയ്യും? ഞാൻ അതിനെ പറയുന്ന ഒരു ഭാഗം, ഈ അതെടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? മരവിപ്പിച്ച്. അപ്പൊ അതെടുക്കുമ്പം എന്ത് ചെയ്യുന്നില്ല? വേദന. പക്ഷെ ഈ മരത്തിന്റെ ശക്തിയൊക്കെ നമ്മൾ പോയി കഴിയുമ്പം എന്ത് ചെയ്യും? നല്ല ഇതുപോലെ പല കാര്യങ്ങളും ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കൂ എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇത് അകത്തൊന്നും എന്ത് ചെയ്യുന്നില്ല. നമ്മളൊന്ന് മരപ്പിച്ച് എന്ത് ചെയ്യുക? മരിക്കുകയല്ല ചെയ്തേ, മരപ്പിച്ച് എന്ത് ചെയ്യുക? ഇതിന്റെ ആ കെട്ടം കൊണ്ട് വിടുമ്പോൾ എന്ത് ചെയ്യുക? പറയുന്നത് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, ഓൺലൈനാണെന്ന് എനിക്കറിയാം. ആത്മീയ ലോകത്തെ ഏറ്റവും വലിയ പരാജയം ഇത് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം ചെയ്തായിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മൾ ആരെയും ചെയ്യുന്നില്ല. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കർത്താവായ യേശുക്രിസ്തു കാലിൽ ഊന്നിക്കൊണ്ട് പറഞ്ഞൊരു വാചകം കൊണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ചോദ്യങ്ങൾ ഞാൻ പറയാം.
ചോദ്യം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ആർക്കാം ചെയ്യാൻ? നമ്മളൊക്കെ മനുഷ്യർ എത്ര ആൾക്കാരോട് ഇടപെടുന്നു? പറ്റുമോ ക്ഷമിക്കാൻ? ഞാനത് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതുപോലെ ജീവിക്കാൻ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പറ്റത്തില്ല. ഇതിനൊരൊറ്റ കൃപ കൊണ്ടേ പറ്റത്തുള്ളൂ. ഉയരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ കൃപ നമുക്ക് ദൈവം തരാത്തിടത്തോളം കാലം ഒരിക്കലും തീരുന്നില്ല. പത്രോസും കർത്താവായ യേശുക്രിസ്തു തമ്മിലുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 3 പ്രാവശ്യം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പത്രോസ് നീ ഇവരധികമായി? അവിടെ ഞാൻ പറഞ്ഞു പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞതിന് കർത്താവ് കൺഫേം ചെയ്തതല്ല 3 പ്രാവശ്യം, മറിച്ച് 2 വാക്കുകളുടെ കളിയാണ്. അകപ്പേ എന്നും അല്ലേ? കർത്താവ് ചോദിച്ചത് മൊത്തം അകപ്പേ 2 പ്രാവശ്യം ചോദിച്ചു. എന്നാൽ പത്രോസ് ഉത്തരം പറഞ്ഞ മൊത്തം ഇല്ല. അവസാനത്തെ പ്രാവശ്യം കർത്താവ് മനസ്സിൽ ഞാൻ എന്താ ഇവരും തീരില്ല, എന്റെ ഭാഷയാണ്. കർത്താവ് അവിടെ ചോദിക്കുക ഫിലിം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തത്? പത്രോസ് അവിടെ എന്ത് ചെയ്തു? നീ എല്ലാം അറിയുന്നു പറഞ്ഞിട്ട് ചെയ്യുക. ഞാൻ അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറയുന്ന ഒരു വാചകമുണ്ട്. 3.5 വർഷം നമ്മൾ പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ലോക ജീവിതത്തിൽ കൂടെ നടന്നവനായിരുന്നു ആര് പറയുന്നത്? ഇനി എന്റെ ഭാഷയാണ്. കൂടെ നടന്ന് ഉള്ളതെല്ലാം കൊടുത്തത് ആരാ? കർത്താവ് എന്ത് ചെയ്യുക? നമ്മുടെ ഭാഷ ഒന്നും കൂടെ തോളത്ത് യേശു ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട ഈവന്റ്സിലെല്ലാം ആരുണ്ടായിരുന്നു? പത്രോസ്. ഈ യേശുവിനെ പിടിച്ച സമയത്ത് ഇവൻ അവന്റെ കൂടെ ഉള്ളവരെല്ലാം പത്രോസ് പറയുന്ന എനിക്കവനെ അങ്ങനെ പറഞ്ഞ് അവസാനിച്ച് സ്വന്തം പറയായിരുന്നു. അവിടെ അടുത്ത കാണുന്നു രാഗാനും ആണിടാനും എന്റെ ഭാഷ പറഞ്ഞ് ശമിക്കാനൊക്കെ ആരും തുടങ്ങി. എന്താണ് ഇത്രയെല്ലാം ചെയ്ത പത്രോസിനോട് കർത്താവ് പറയുക, പത്രോസേ നീ ഒരു അധികമായി. അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന പദം അകപ്പ എന്ന പദമാണ്. അത് അൺകണ്ടീഷണൽ ആവുക. അൺകണ്ടീഷണൽ ആവുക. ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചെന്ത് ചെയ്യുക? പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം. പറയുക നിന്നെ കുലയിലേക്ക് നടത്തുന്നത് എന്താ? നിന്റെ അകത്തെ സെറ്റിൽഡായ കോപം എത്ര പേരുണ്ട് നമുക്ക്? ഇന്നും നമുക്ക് പൊറുക്കാൻ കഴിയാം. പലപ്പോഴും ചില കാര്യങ്ങൾ ഓർത്ത് നമുക്ക് തികട്ടി എന്ത് ചെയ്യുക? പദം അകത്ത് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നു. നിനക്ക് അങ്ങനൊരു കോപം ഉണ്ടെങ്കിൽ ഓൾറെഡി നീ എന്ത് ചെയ്തു? കൊലപാതകം സ്വകാര്യത്തിൽ കിടക്കുന്നു. ഹലോ ദൈവമക്കൾ ശ്രദ്ധിച്ചേ, കൊലപാതകം സ്വകാര്യത്തിൽ കിടക്കുമോ? പഴയ നിയമത്തിൽ കൊല ചെയ്യുന്നവരുടെ കിടക്കില്ല. ന്യായീകരിക്കുക. കർത്താവ് അത് തന്നെ പറയും, അന്ന് നീ കത്തി കൊണ്ടല്ലോ ആയുധം കൊണ്ടാകുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു കോപം നിന്റെ അകത്തുണ്ടെങ്കിൽ നീ എവിടെ കിടക്കില്ല. ഉണ്ടോ? അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വകാര്യത്തിൽ അവരുടെ നീതി എന്താ? ആയുധം എടുത്ത് മാറ്റിയതിന് ഒരുവനെ കൊന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ ശ്രദ്ധിക്കണം. സമയം നമ്മുടെ മുൻപിൽ വളരെ ചുരുക്കമാണെങ്കിൽ പോലും ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് അറിയത്തില്ല. പക്ഷെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമായിരുന്നേ മതിയാകും. കൊലപാതക സ്വകാര്യത്തിൽ കിടക്കൂ. കർത്താവ് ഇതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അവരുടെ നീതിയെ 614 അനുസരിക്കാനല്ല കർത്താവ് പറഞ്ഞത്. 615 പ്രമാണങ്ങൾ ചെയ്യാനല്ല കർത്താവ് പറഞ്ഞത്. മറിച്ച് ഇവരുടെ നീതി അതാണെങ്കിൽ ഞാൻ പറയുന്ന നീതി അതല്ല. നീ ഇങ്ങനെ ചെയ്താൽ എവിടെ കിടക്കില്ല. എന്ത് മാറണം? ഹൃദയത്തിനകത്ത മനോഭാവം എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ വെള്ളത്തില്ലല്ലോ, വായ കൊണ്ടിരുന്ന കൈ കൊടുക്കത്തില്ലല്ലോ. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞില്ല. കൈ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. പിന്നെന്താ? ആരാധനയാ. ഈ ആരാധന ആരാ പ്രസാദിക്കുന്നത്? കർത്താവ് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്നവരെല്ലാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്ന ഒറ്റ പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ കണ്ടത് സഹോദരൻ. ആ പദം കണ്ടോ? എന്താ സഹോദരൻ എന്ന് പറയുമ്പോൾ
സ്വന്തം സഹോദരനാകാം, ഒരേ സമൂഹത്തിൽപ്പെട്ട വ്യക്തികളാകാം, കൂട്ടു സഹോദരങ്ങളാകാം. എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഫെലോ ക്രിസ്ത്യൻസ് ആയി കൂടമായി ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവരായി മാറണം. അവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? നീ ഇങ്ങനെ ചെയ്താൽ എന്തിന് യോഗ്യനാണ്? ദൈവമക്കളെ, വളരെ ഭയത്തോടെ ഞാൻ ഈ കാര്യം പറയാം. ഇത് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധവും വിശ്വസത പറയാം. സ്വർഗ്ഗരാജ്യം നമ്മൾ പോകാൻ ഇറങ്ങിയവരാണ്. അൾട്ടിമേറ്റ് ആ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് പലപ്പോഴും ഗിരിപ്രഭാഷണം പഠിപ്പിക്കാത്തൊരു കാരണം ഇരിക്കുന്നതിൽ പലതും ശതമാനം ആൾക്കാർ ഇങ്ങനെയുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ കുത്തുകൊള്ളുമ്പോൾ ദൈവസേനയിൽ കരയുകയല്ല ചെയ്യുന്നത്, മറിച്ചെന്ത് ചെയ്യുക? മത്സരിക്കാൻ എത്തിക്കുക. അതുകൊണ്ട് അവിടെ പറയുന്നൊരു കാര്യം, സഹോദരനോട് കോപിക്കുന്നവൻ എന്ത് ചെയ്യും? എന്നിട്ട് അടുത്ത വാക്യം നോക്കിയേ, സഹോദരനോട് നിസ്സാര. നിങ്ങൾ പദം കണ്ടോ? നിസ്സാര. ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അവിടെ വായി മനസ്സിലാക്കുന്നത് ഒരു പദം അവിടെ ബ്രാക്കറ്റിലുണ്ട്. റാഖ എന്ന പദമുണ്ട്. റാഖ, RACC, റാഖ എന്നൊരു പദമുണ്ട്. ഈ റാഖ എന്ന പദം ഒരു അറാമിക് പദമാണ്. അറാമിക് പദം റാഖ എന്ന പദം. ഈ അറാമിക് പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അവഹേളിക്കുക. അവഹേളനത്തിന് കണ്ടം ചെയ്യുന്നതിന്, അവഹേളിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എന്ന് പറയുന്നത് റാഖ. അപ്പം ഈ റാഖയാണ് ഇവിടെ ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? നിസ്സാര. ഇനി ശ്രദ്ധിക്കണം, എല്ലാ ലാംഗ്വേജിനും അതിന്റെ എന്തുണ്ട്? പരിമിതി ഉണ്ട്. അറിയാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഭാഷയ്ക്കും അതിന്റെ ഒരു പരിമിതി. എനിക്ക് ഞാൻ നിങ്ങളോട് നന്നായി ദേഷ്യപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് നന്നായി ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് നിങ്ങളോട് ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ ഹൃദയത്തിനകത്ത് ഉള്ളത് എന്ത് ചെയ്യത്തില്ല. അതുപോലെ നമ്മുടെ സ്വന്തം ഭാഷയിലാണെങ്കിലും പുറത്തെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകൾക്കും എന്തുണ്ട്? അതോടെ ഈ റാക്ക എന്ന പദത്തിന് നല്ലൊരു ട്രാൻസ്ലേഷൻ ഇല്ല. ആ പദത്തിന് പറ്റിയൊരു ട്രാൻസ്ലേഷൻ ഇല്ല. എങ്കിലും ചേർന്ന ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിസ്സാര എന്ന. ഇതിന്റെ ആ വാക്കിന്റെ യഥാർത്ഥത്തെ അർത്ഥത്തിൽ വന്നാൽ നല്ലൊരു പദം ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പദമാണ്. എങ്കിലും ഞാൻ അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കാൻ ഞാൻ പറയാം. അതിന് ഉപയോഗിക്കുന്ന പദമാണ് ഇഡിയറ്റ് എന്ന പദം. നിങ്ങൾ ആ പദം കേട്ടിട്ടുണ്ടോ? ആ പദമാണ് യഥാർത്ഥത്തിൽ ഏതിന്റെ അർത്ഥം? റാക്ക എന്ന ആ പദം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് പറയാൻ നിസ്സാര. മനസ്സിലായ നിങ്ങൾക്ക്? ഇനി എന്ത് ഈ ഇഡിയറ്റ് എന്ന വാക്കിന്റെ അർത്ഥം? ഒരുവനെ വിഡ്ഢിയായി കാണുക എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സെൻസ്. നമ്മൾ പറയത്തില്ലേ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ അവനെ ഒന്നിനും മനസ്സിലായി. അവനെ ഒന്നിനും എന്ന് പറഞ്ഞാൽ പറയുന്നത് അവന്റെ ബുദ്ധി ഹത്യ എന്ത് ചെയ്യുക? ഒന്നിനും എന്ത് ചെയ്തില്ല, ഒരു സെൻസും. നിങ്ങൾക്ക് മനസ്സിലായോ? സീരിയസ്നെസ് മനസ്സിലായോ? ഞാൻ ആ പദം ഉപയോഗിച്ചത്, നമ്മൾ ഉപയോഗിക്കാത്ത പദം ഉപയോഗിച്ചത് അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം പല പദങ്ങളും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമി നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഏലിയമ്മ എല്ലാ ബൈബിളിലും ആ വാക്കുകൾ അതുപോലെ എന്ത് ചെയ്തിരിക്കുക. എന്താ അതിന്റെ മലയാളാർത്ഥം? എന്താ? എന്റെ ദൈവമേ നീ എന്നെ. എന്തുകൊണ്ട് ആ പദം അതുപോലെ എഴുതിയിരിക്കുന്നത്? അറാബിക് ഭാഷ അതുപോലെ എഴുതിയിരിക്കുന്നത് കാരണം ഏത് വാക്കിലോട്ട്, ഏത് ഭാഷയിലോട്ട് ആ പദം ട്രാൻസ്ലേറ്റ് ചെയ്താലും യഥാർത്ഥത്തിൽ യേശുവിന്റെ കഷ്ടത എന്ത് ചെയ്യത്തില്ല, വരച്ചു കാട്ടാൻ കഴിയത്തില്ല. അത് ഭാഷയുടെ പരിമിതിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അറാബിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് റാക്ക എന്ന പദം. ആ പദത്തെ കൃത്യമായി മറ്റു ലാംഗ്വേജിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞതിന്റെ അർത്ഥം അത്രയ്ക്കും സീരിയസ് ആയിട്ടാണ് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്. ആ പദം നിസ്സാര എന്ന്
എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ കുറിച്ച് അവൻ ഒന്നിനും കൊള്ളത്തില്ല, അവൻ വിത്തൗട്ട് സെൻസ് ആണെന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിയെ ഹത്യ ചെയ്താൽ നീ എന്തിനു യോഗ്യനാകും? മനസ്സിലായോ? ഇതൊക്കെ കോപം വരുമ്പോഴല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? ആകത്തിങ്ങോട്ട് കോപം അങ്ങോട്ട് ജ്വലിച്ചു കയറുമ്പോൾ പിന്നെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന വേറെ ആരും പിടിച്ചോണ്ട് വരണം. നമ്മളെ വായി എന്തൊക്കെയാണ്? കോപിച്ചൽ അങ്ങനെ വാക്കിട്ടല്ലേ? കോപിച്ചൽ കോപം വരുമ്പോ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് പോലും. പിന്നെ മുന്നിൽ കാണുന്നവനെ നമ്മൾ ആരോടൊക്കെയാണ് ദേഷ്യം, പിന്നെ നമുക്ക് നമ്മൾ പറയേണ്ട എല്ലാം എന്ത് ചെയ്യും? അവൻ പറയുന്നത് അവനെ എന്തിനുള്ള ഒരു സെൻസും ഇല്ലാത്തവരാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. അവിടെ കർത്താവ് പറയാ, അങ്ങനെ നീ പറഞ്ഞാൽ ന്യായാധിപതി സഭയുടെ മുൻപിലെത്തി. അവ കോപിച്ചാൽ കൊല ചെയ്തു. കോപത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ചുമ്മാ ദേഷ്യപ്പെടുന്ന അല്ല അവിടെ പറഞ്ഞു വരുന്നത്. ഹൃദയത്തിൽ എന്ത് ചെയ്യും വെച്ചോ? അങ്ങനെ ആലോചിച്ചു നമ്മൾ പറയുന്നില്ല. പിന്നെ ആരെ കണ്ടാലും അവനെ കുറിച്ച് നമുക്ക് അഴിച്ചെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇനി നല്ല പ്രവർത്തി ചെയ്താൽ നമ്മൾ അത് എന്താക്കി താല്പര്യം തിന്മയാക്കി. കാരണം നമ്മുടെ അകത്ത് എന്ത് കിടക്കുക? വാക്കുകളുടെ അർത്ഥം കണക്ട് ചെയ്യാൻ മനസ്സിലാന്ന് വിശ്വസിക്കുക. എന്നിട്ട് അടുത്ത പദം പറയുക, മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് എന്ത് ചെയ്യും? മോറോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം സ്റ്റുപ്പിഡ് എന്ന. നിങ്ങൾ ആ പദം അറിയാലും സ്റ്റുപ്പിഡ്, ഫൂളിഷ്. ഈ പദം എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി, മണ്ടൻ, വിഡ്ഢി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ മൂട എന്ന് നമ്മൾ വിളിച്ചാൽ അവന്റെ സ്വഭാവത്തെ എന്ത് ചെയ്യുക? ഹത്യ. അവന്റെ സ്വഭാവത്തെ എന്ത് ചെയ്യുക? അവനാരാ? മണ്ടന. അവന്റെ സ്വഭാവം മണ്ടന. അവന്റെ മാനസികമായ നിഷ്ക്രിയനാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയാണെന്ന് പറയുക. നിങ്ങൾ നോക്കിയേ, ഒന്നാമത് നിസ്സാര എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം, അവന്റെ എന്ത് ചെയ്യുക? അവന്റെ ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യുക? ഹത്യ ചെയ്യുക. രണ്ടാമത് നമ്മൾ മൂട എന്ന് വിളിക്കുന്നത് എന്ത് സംഭവിക്കുന്നത്? അവന്റെ സ്വഭാവത്തെ എന്ത് ചെയ്യുക? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തിനു യോഗ്യനാകും? ഇത് രണ്ടും എപ്പോഴാണ് സംഭവിക്കുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അവൻ എന്തെല്ലാം നല്ല കാര്യം ചെയ്താലും എന്ത് ചെയ്തില്ല. കാരണം നമ്മുടെ അകത്തെന്താ? കർത്താവ് പറയുക, പരീക്ഷന്മാർക്ക് ശാസ്ത്രന്മാർക്ക് അറിയുന്ന പ്രമാണം അനുസരിച്ച് ഇതൊന്നുമില്ല. ഒന്നാം മാത്രമേ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഏതെങ്കിലും സെറ്റിൽഡ് ആയ കോപം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. മനസ്സിലാവുന്നുണ്ടോ? സഹോദരനോട് സെറ്റിൽഡ് ആയ കോപം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചിലത് പറയത്തില്ലേ, എന്ത് വേണ്ട പറയും, ആരോട് വേണ്ട പറയും, പക്ഷെ അവരോട് മാത്രം മിണ്ടുന്ന കാര്യം എന്നോട് മിണ്ടരുത്. അതെന്റെ ചത്താല് ഞാൻ എന്ത് ചെയ്തില്ല? നമ്മൾ പലരും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ചത്ത ചെയ്യേണ്ട വരില്ല, നേരെ നരകത്തിലോട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ നീതി. ഞാൻ ആ വാക്കുകൊണ്ടോട് അവസാനിപ്പിക്കുക. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരുടെ നീതി എന്ത് ചെയ്യണം? എവിടെ പോകില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വാക്യം നിങ്ങളുടെ ബൈബിൾ അണ്ടർലൈൻ ചെയ്ത് കാണും. ബൈബിളിൽ തന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. അവരുടെ ആയുധമായിരുന്നെങ്കിൽ നമ്മുടെ ആയുധം ചിലപ്പോൾ നമ്മുടെ കോപമാണ്. മറ്റുള്ളവർ സെറ്റിൽഡ് ആയിട്ടുള്ളതാണ്. ഒരുപക്ഷെ അവർ നമുക്കെതിരെ ദ്രോഹം മാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ക്ഷമിക്കാനായിട്ട് നോക്കുക. ഞാൻ നിങ്ങളോട് പറയാം, പ്രാക്ടിക്കലി ഒരു മനുഷ്യനെ കൊണ്ട് ഇത് എന്ത് ചെയ്തില്ല. പ്രായോഗികമായി വളരെ വ്യക്തമായി നിന്ന് ഞാൻ പറയാം, പ്രായോഗികമായി ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്തില്ല.
ഇത് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദൈവകൃപ നമ്മളുണ്ടായിരുന്നു. ആത്മാവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിന്റെ സല്ലാഹം പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സഹോദരാജ് ഒരിക്കലും ഞങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ക്ഷമിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദിവസം നടക്കുമ്പോൾ നാം അങ്ങനെ ദിവസത്തെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. കർത്താവ് അങ്ങനെ ജീവിക്കാൻ